നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു മഷ്റൂം മസാല പ്രിപ്പയർ ചെയ്യാം. ഇത് നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത്ര ഫൈനായിട്ടൊന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ റഫ്ലി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി 6 വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് 2 വലിയ തക്കാളി വേണം. നല്ല പഴുത്ത തക്കാളി തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഷ്റൂം. ബട്ടർ മഷ്റൂമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മഷ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ മഷ്റൂം നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു പാൻ വെച്ചു. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് വാടിയ പോലെ ആക്കിയിട്ട് എടുക്കണം. അത്ര ഡാർക്ക് ബ്രൗണൊന്നും ആക്കണ്ട കേട്ടോ. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വാടി വന്നാൽ മതി. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇതുപോലെ തന്നെ വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയാൽ മതി. നമ്മൾ സാധാരണ വഴറ്റി മൊരിച്ചെടുക്കുന്ന പോലെയൊന്നും ഇത് ചെയ്യണ്ട കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ടും ആരും മറക്കരുത്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു മൂടി വെച്ചിട്ട് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ വാടി നന്നായിട്ട് ആ സവാളയോടെ കൂടെ യോജിച്ച് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ നമ്മുടെ മൂടി തുറന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു 6-7 കശുവണ്ടി പരിപ്പുണ്ടല്ലോ, കാഷ്യൂ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വൈറ്റ് കസ്കസ് ചേർത്ത് കൊടുത്താലും മതി. കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വൈറ്റ് കസ്കസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇവിടെ നിന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആ സെയിം പാനിൽ തന്നെ ഒരിത്തിരി എണ്ണ ഉണ്ടാവും. എണ്ണ നിങ്ങൾ വേറെ എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല. അതിലുള്ള ആ ഒരു എണ്ണ തന്നെ മതി. തീരെ എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂം അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി സോട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാനിതിലേക്ക് എണ്ണ കൂടുതൽ ചേർക്കേണ്ടതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ ഒരു എണ്ണ കുറവായിട്ട് വേണം ഇതിൽ നന്നായിട്ട് സോട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു ലേശം ഉപ്പ് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ എണ്ണയില്ലാതെ സോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ആ മഷ്റൂമിന് ഒരു ഗ്രില്ല് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ലും ഒരു ഇഫക്റ്റും വരുള്ളൂ. നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടല്ല സോട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു മഷ്റൂമിന് പ്രത്യേക ഒരു സ്മെല്ലും ഒരു രുചിയും കിട്ടും. അപ്പോഴാണ് നമ്മുടെ കറിയും അതുപോലെ തന്നെ ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാൻ നേരത്തെ വഴറ്റിയെടുത്ത സവോളയും തക്കാളിയൊക്കെ അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ എടുത്ത പച്ചമുളകിൻ്റെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇതിലേക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി. ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നമ്മളൊന്നിട്ട് നന്നായി വഴറ്റുക. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് നാശമായി പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പൊടികളൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക.
പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, കാരണം ഈ വെള്ളം വറ്റി വീണ്ടും ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. 1-2 മിനിറ്റ് എടുക്കുകയുള്ളൂ കേട്ടോ അതിനായിട്ട്, അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വീണ്ടും ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സവാള തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരച്ചെടുത്ത ആ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തിക്ക് ഗ്രേവി മോഡലാണ്, ഇത്തിരി ക്രീമി ആയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂംസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മഷ്റൂമും കൂടി ചേർത്തൊന്ന് നന്നായി ഒന്നങ്ങ് മിക്സാക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഗ്രേവിയിൽ, എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇതെല്ലാം നന്നായിട്ട് കുക്ക്ഡാണ്, അപ്പോൾ അധികം നേരം നമ്മളിട്ടിട്ട് ഇത് കുക്ക് ചെയ്യേണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് മഷ്റൂംസ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ് എന്തായാലും ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴാണ് ആ മഷ്റൂമും ഈ മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം വിനെഗർ, സ്വർക്ക വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള മഷ്റൂം മസാല ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. പിന്നെ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.